ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചില വീഡിയോസ് കാണുന്ന സമയത്ത് ആ വീഡിയോയുടെ ഒരു ഭാഗം മങ്ങിയതായി കാണാറുണ്ട്. അതുപോലെ തന്നെ ചില ഫ്രെയിമുകളിലെ ചില ആളുകളെ അല്ലെങ്കിൽ ചില ബോർഡുകൾ ഒക്കെ തന്നെ ഒരു കാറ് കാണിക്കുമ്പോൾ അതിൻ്റെ നമ്പർ തുടങ്ങിയവ മങ്ങിയതുപോലെ കാണാറുണ്ട്, ബ്ലറാക്കി കാണാറുണ്ട്. ഇത് ക്യാമറയുടെ പ്രശ്നമല്ല, ഇത് എഡിറ്റിംഗ് സമയത്ത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ആ ഭാഗം നമുക്ക് കാണിക്കുന്നതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ആളുകളുടെ മുഖം കാണിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോഴാണ് അങ്ങനെ ബ്ലർ ചെയ്തു വെക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം Kdenlive തുറക്കാം. Kdenlive തുറക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. Kdenlive തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഫയൽ എഡിറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ കാണാം. അതിൽ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ വീഡിയോയുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാണ്. 1080p 30 fps സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വീഡിയോ കൊണ്ടുവരണം. അതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടെ പ്രൊജക്റ്റ് ബിന്നിന് മുകളിലായിട്ട് ആഡ് ക്ലിപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ വരുന്ന ലിസ്റ്റിൽ നിന്നും ആഡ് ക്ലിപ്പ് എടുക്കുന്നു. അപ്പോൾ ഒരു വിൻഡോ നമുക്ക് തുറന്നു വരും. ആ വിൻഡോയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ എനിക്കിവിടെ W സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ബിന്നിലേക്ക് ആ വീഡിയോ വന്നു. ഇനി നമുക്ക് ആ വീഡിയോ വലിച്ച് നമ്മളുടെ വീഡിയോ ട്രാക്കിലേക്ക് ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മുറിച്ച് കളയുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് വേണ്ടതില്ല. അപ്പോൾ നമ്മളത് കത്രിക റേസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ മുറിച്ച ഭാഗം സെലക്ട് ചെയ്യുന്നു. എന്നിട്ടത് കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അരികിലേക്ക് വെക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നോട്ടാണ് ഈ വീഡിയോ കാണാൻ വേണ്ടി കഴിയുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എവിടം മുതൽ എവിടം വരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലർ ചെയ്യേണ്ടത്, മങ്ങി കാണേണ്ടത് എന്ന് നമ്മൾ ആദ്യം നിശ്ചയിക്കുന്നു. എനിക്ക് ഇവിടം മുതൽ, അപ്പോൾ ആ ഭാഗത്ത് കത്രിക റേസർ ടൂൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, നീക്കിക്കളയരുതെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പ്ലേ ചെയ്യാം. എന്നിട്ട് എവിടം വരെയാണ് ബ്ലർ ചെയ്യേണ്ടത്? എനിക്ക് ഇവിടം വരെ ബ്ലർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പോസ് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്ലർ ചെയ്യേണ്ടുന്ന ഭാഗം കിട്ടിയിരിക്കേണ്ടതാണ്. ഈ ഭാഗം, ഈ സെലക്ട് ചെയ്ത ഭാഗമാണ് നമുക്ക് ബ്ലറായിട്ട് കാണേണ്ടത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ, ഈ ട്രാക്കുകളുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്കെയിൽ കാണാം, 20, 30 എന്നൊക്കെയുള്ള. അതിൻ്റെ മുകളിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൻ്റെ മുകളിൽ ട്രാൻസിഷൻസ് ഇഫക്ട്സ് 2 എണ്ണം കണ്ടില്ലേ? ഈ ട്രാൻസിഷൻ ഇഫക്ട്സിൽ ട്രാൻസിഷൻ കുറേ കാര്യങ്ങളുണ്ട്, ഇഫക്ട്സ് കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ബാറുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വീഡിയോയുടെ ചിഹ്നം കാണാം, ഷോ വീഡിയോ ഇഫക്ട്സ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള സെർച്ച് ബാറിൽ നമ്മളൊരു ഇഫക്റ്റ് സെർച്ച് ചെയ്യുകയാണ്. ആ ഇഫക്റ്റിൻ്റെ പേര് എല്ലാവരും ഓർത്ത് വെക്കണേ, ബ്ലർ എന്നാണ്. ബ്ലർ, BLUR എന്നടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലർ വന്നിട്ടുണ്ടാവും. ആ ബ്ലറിൽ ക്ലിക്ക് ചെയ്ത്, ആ ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇടാം. അങ്ങനെ കൊണ്ടുവന്നിടുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി വിൻഡോയിനകത്ത് ഈ ബ്ലർ ഇഫക്റ്റിൻ്റെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം. എന്നിട്ട് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ആ വിൻഡോയിലുള്ള ബ്ലർ വിൻഡോയിലുള്ള എമൗണ്ട് എന്ന ഭാഗം അതിങ്ങനെ പതുക്കെ കൂട്ടിക്കൊടുക്കുക. കുറച്ചായിട്ട് കൂട്ടിക്കൊടുക്കുക. കൂട്ടിക്കൊടുത്തിട്ട് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കുക.
അപ്പോൾ അതിങ്ങനെ മങ്ങി മങ്ങി വന്നത് കാണാം. അപ്പോൾ എത്രയാണോ നമുക്ക് മങ്ങേണ്ടത് അത്രയും കൂട്ടി കൊടുക്കുക. ഇതാ എനിക്ക് ഇത്രയാണ് മങ്ങേണ്ടത്, അപ്പോൾ അത്രയും ഞാൻ കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ എത്തുമ്പോൾ മങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മുഴുവനായിട്ട് ബ്ലർ ചെയ്തത് കണ്ടു. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് മുഴുവൻ ബ്ലറായി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ആ ചുമരിൽ കാണുന്ന ഒരു ചാർട്ടുണ്ട്, ആ ചാർട്ട് ബ്ലറായി പോകണം. അതിനകത്ത് നമുക്ക് ലൈസൻസ് പ്രകാരം കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ബ്ലറാവണം. അതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് പോക്കുക എന്ന് നമുക്കറിയാമല്ലോ. ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ ഈ ഇഫക്റ്റിൻ്റെ വിൻഡോ കാണാം. അതിനകത്ത് ഒരു ട്രാഷ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ഇഫക്റ്റ്സ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇഫക്റ്റ് പോയി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ചുമരിൻ്റെ മുകളിലുള്ള ഒരു ചാർട്ട് നമുക്ക് ബ്ലർ ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് അടുത്തതായിട്ട് കാണുന്നത്. അതിന് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ ഇഫക്ട്സ് കാണുന്നില്ലേ, അതിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു, മുകളിലുള്ള വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള സെർച്ച് ബോക്സിൽ നമ്മൾ അടുത്ത വേറൊരു ഇഫക്റ്റ് സെർച്ച് ചെയ്യാണ്. പേര് ഓർമ്മിക്കണം, ഒബ്സ്ക്യൂർ. OBSC എന്നൊക്കെ അടിക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ താഴെ വന്നിട്ടുണ്ടാവും, ഒബ്സ്ക്യൂർ വന്നിട്ടുണ്ടാവും. ഈ ഒബ്സ്ക്യൂർ എന്ന ഇഫക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ക്ലിപ്പിങ്ങിലേക്ക് ഇടും. ഈ ക്ലിപ്പിങ്ങിലേക്ക് ഈ ഇഫക്റ്റ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് വിൻഡോയിൽ അതിൻ്റെ ഒരു വിൻഡോ വന്ന് കിടക്കുന്നത് കാണാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മോണിറ്ററിലെ ആ മോണിറ്ററിൻ്റെ താഴെ പ്ലേ ബട്ടണും ഒക്കെ കാണാം. നിങ്ങൾക്കൊരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. അതിൻ്റെ ഇപ്പുറത്ത് ഷോ ഹൈഡ് എഡിറ്റ് മോഡ് എന്ന് കാണാം. ഒരു ചതുരം വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ കുത്തുകുത്തായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോയിൽ ഒരു ദീർഘചതുരം വന്നത് കാണാം, ചുവന്ന നിറത്തിൽ. അതിൻ്റെ നടുവിൽ ഒരു പ്ലസ് ചിഹ്നവും കാണാം. ആ പ്ലസ് ചിഹ്നത്തിനടുത്തേക്ക് നമ്മുടെ കേസർ കൊണ്ടുവയ്ക്കുമ്പോൾ കേസർ ഒരു കൈ മടക്കിയതുപോലെ ആയിട്ട് മാറും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്ലർ ചെയ്യേണ്ടുന്ന സാധനത്തിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വലുതാക്കണം. അപ്പോൾ വലുതാക്കാൻ എന്താ ചെയ്യുക, ഈ ചുവന്ന ദീർഘചതുരത്തിൻ്റെ കോർണറിലേക്ക് കേസർ കൊണ്ടുവെക്കുക. അപ്പോൾ അതൊരു ഏറോ മാർക്ക് പോലെയായിട്ട് മാറും. ആ ഏറോ മാർക്കായി മാറുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വലുതായി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിലേക്ക് ഇത് മാറ്റാം. കുറച്ചധികം മാറ്റി വെക്കുക, കാരണം ഇത് വീഡിയോ മൂവ് ചെയ്യുന്ന നേരം ഇതിൻ്റെ ഏരിയ അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുക. ഇനി എന്താണ്, അതിൻ്റെ ചോട്ടിൽ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തിട്ടില്ലേ ഷോ ഹൈഡ്, അവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ എത്തിയപ്പോൾ അത് മങ്ങിപ്പോയത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ മുഖം ബ്ലർ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം, നമ്മൾ ഒബ്സ്ക്യൂർ ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചൊരു സ്ഥലത്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. എനിക്ക് വേണ്ടത് ഇദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നടന്നു വരുമ്പോൾ അതിനനുസരിച്ച് മുഖത്തിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരും. അവിടെയൊക്കെ ബ്ലർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് എവിടുന്ന് മുതൽ എവിടം വരെയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത് നോക്കാം. ഇതാ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നുണ്ട്, ശരിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്നോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കട്ട് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ മുഖം എവിടം വരെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഇവിടം വരെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ള ഈ ചെറിയൊരു ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമായി കാണുന്നത്. അവിടെയാണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി വേറൊരു കീയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രാൻസിഷൻസ് ഇഫക്ട്സ്. നേരത്തെ പോയതുപോലെ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു, വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെയുള്ള സെർച്ച് ബാറിൽ നമ്മൾ എഴുതുകയാണ്, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഓട്ടോ മാസ്ക് എന്നാണ് അതിൻ്റെ പേര്. ഓട്ടോ എന്നടിക്കുമ്പോഴത്തേക്ക് തന്നെ അടിയിൽ ഓട്ടോ മാസ്ക് എന്ന് വന്നിട്ടുണ്ടാവും. ഈ ഓട്ടോ മാസ്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഒരു
ഓട്ടോ മാസ്കിൻ്റെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടത് കാണാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഓട്ടോ മാസ്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രം വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈ മോണിറ്ററിന് താഴെയുള്ള ഷോ ഹൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോ മാസ്ക് ചെയ്യേണ്ടുന്ന ഭാഗം കാണിച്ചു തരുന്ന ഒരു ചുവന്ന ദീർഘചതുരം കാണാം. അതിൻ്റെ നടുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് ഇത്ര വലിയ ഭാഗം വേണ്ട, ചെറുതാക്കണം നമുക്ക്. അതൊന്ന് ചെറുതാക്കി കൊടുക്കുക. മുഖം മാത്രം പോയാൽ മതി. യെസ്, ഇങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും ഹൈഡ് ക്ലിക്ക് ചെയ്യുക. ഷോ ഹൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗം മാത്രം മങ്ങിക്കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇദ്ദേഹം മൂവ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ മുഖം ഹൈഡ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുക, ഈ പ്രോപ്പർട്ടീസിലുള്ള ഇഫക്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലെ അതിൻ്റെ താഴത്തേക്ക് പോവുക. അതിന് സൈഡിലുള്ള ഈ ബാറിൽ പിടിച്ച് താഴ്ത്തിയാൽ സൈഡിലേക്ക് പോകും. ഏറ്റവും അടിയിലായിട്ട് അനലൈസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ആ അനലൈസ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെന്താണ് സംഭവം? നമ്മളുടെ Kdenlive അനലൈസ് ചെയ്യാണ്. ഈ മറച്ച ഭാഗം വീഡിയോയിൽ എവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഇനി മൂവ് ചെയ്തോളൂ. ഇനി നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നമ്മൾ നേരത്തെ കൊടുത്ത ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ മുന്നേയും അതെന്താവുന്നുണ്ട്, ബ്ലറാവുന്നുണ്ട്. ആ മുഖം ഇനി എവിടെ വന്നാലും ബ്ലറായിക്കോളും. ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് എവിടെ വന്നാലും ബ്ലറായിക്കോളും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഭാഗം ബ്ലറാക്കുന്നത്, ഫെയ്ഡാക്കുന്നത്, മാസ്ക് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.